ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. റിയ പുറത്തേക്കും വിശാൽ അകത്തേക്കും വരികയായിരുന്നു. രണ്ടുപേരും കൂടി കൂട്ടിമുട്ടി താഴേക്ക് വീഴുന്നുണ്ട്. വിശാലിന്റെ മുകളിലായി റിയ വീണ് കിടക്കുന്നു. എന്നാൽ റിയയ്ക്ക് എഴുന്നേക്കാമായിരുന്നു. എന്നാൽ വിശാലിന്റെ മുകളിലായതുകൊണ്ട് തന്നെ റിയ അങ്ങനെ കിടക്കുന്നു. ഇത് കണ്ടുകൊണ്ടാണ് പാർവതി അവിടേക്ക് വന്നത്. ഗാർഗിയും അരികിലുണ്ടായിരുന്നു. പാർവതി അവിടേക്ക് വന്ന് വളരെ ദേഷ്യത്തോടെ റിയയെ പിടിച്ചെഴുന്നേപ്പിച്ച് കരണത്ത് നോക്കി ഒന്ന് പൊട്ടിച്ചു. എന്ത് വൃത്തികേടാടി നീ കാണിച്ചത് എന്ന് പാർവതി റിയയോട് ചോദിക്കുന്നു. എടി, നീ എന്നെ തല്ലിയല്ലേ? നിന്നെ ഞാൻ എന്ന് പറഞ്ഞ് റിയ പാർവതിയെ തല്ലാൻ തുടങ്ങിയപ്പോൾ ഗാർഗി റിയയുടെ കൈ തടഞ്ഞു. എല്ലാവരും അവിടേക്ക് ഓടി വന്നു. റിയ വേണ്ട, പാർവതിയെ തല്ലരുത് എന്ന് ഗാർഗി പറഞ്ഞപ്പോൾ റിയ പറയുന്നുണ്ട്, തല്ലരുതെന്നോ? അവള് എന്നെ തല്ലിയത് നീ കണ്ടില്ലേ? അതിന് പകരം ഞാൻ കൊടുക്കണ്ടേ? എന്താ റിയ, എന്ത് പറ്റിയെന്ന് വിനയ് ചോദിച്ചപ്പോൾ റിയ വിനയോട് പറയുന്നു, വിനയ് ഇവളെന്നെ തല്ലി. പാർവതി, നീ എന്തിനാ റിയയെ തല്ലിയത് എന്ന് വിനയ് ചോദിച്ചു. പാർവതി, റിയ അബദ്ധത്തിൽ എൻ്റെ ദേഹത്ത് വീണേനാണോ നീ അവളെ തല്ലിയത് എന്ന് വിശാൽ പാർവതിയോട് ചോദിച്ചു. സാറിൻ്റെ ദേഹത്ത് വീണതിനല്ല ഞാൻ ഇവളെ തല്ലിയത്. സാർ ഇവളുടെ നെഞ്ചത്ത് ഉമ്മ വെച്ചു. സാർ അത് അറിഞ്ഞില്ല. സാറ് ചിലപ്പോൾ ശ്രദ്ധിച്ചു കാണില്ല. പക്ഷെ ഞാൻ കണ്ടു. മറ്റൊരു പെണ്ണ് സാറിനെ ഉമ്മ വയ്ക്കുന്നത് കണ്ടാൽ എനിക്ക് സഹിക്കാൻ പറ്റുമോ? സാറിനെ ഇവൾ ഉമ്മ വയ്ക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ നിയന്ത്രണം വിട്ടുപോയി. അങ്ങനെയാണ് ഞാൻ ഇവളെ തല്ലിയത്. അയ്യോ, ഇവള് വെറുതെ കള്ളം പറയാണെന്ന് റിയ പറയുന്നുണ്ട്. എന്നാൽ വിശാലിന്റെ നെഞ്ചത്ത് ആ ലിപ്സ്റ്റിക്കിന്റെ പാടുവരെ കിടപ്പുണ്ട്. എടി, നട്ടാ കുരുക്കാത്ത കള്ളം പറയരുത് കേട്ടോ എന്ന് റിയ പറയുന്നു. ഞാൻ പോയി ഉമ്മ വെച്ചു എന്ന് റിയ പറയുന്നുണ്ട്. ഡേ, നീ ചുമ്മാ കള്ളം പറയരുത്. നീ ഉമ്മ വെച്ചതേ ഞാൻ കണ്ടതാ. എൻ്റെ കണ്ണിനെ ഒരു കുഴപ്പമില്ല എന്നെ പാർവതി പറഞ്ഞപ്പോൾ വിനയ് പറയുന്നു, പാർവതി വെറുതെ റിയയെ കുറ്റപ്പെടുത്തരുത്. മഞ്ഞ കണ്ണട വെച്ചാലല്ല മഞ്ഞയായിട്ടേ തോന്നും. ഇതേ മഞ്ഞയും പച്ചയൊന്നും അല്ലാതെ ഇത് കണ്ടോ എന്ന് പറഞ്ഞ് വിശാലിന്റെ ഷർട്ട് മാറ്റി കൊടുക്കുകയാണ് എല്ലാവർക്കും കാണാനായിട്ട് പാർവതി. എന്നിട്ട് നെഞ്ചത്ത് ആ ലിപ്സ്റ്റിക്കിന്റെ അടയാളം കിടക്കുന്നതും എല്ലാവരും കണ്ടു. ഉമ്മ വെച്ചതല്ലെങ്കിൽ പിന്നെ ഇവിടെ ഇതെങ്ങനെ ഉണ്ടായെന്ന് പാർവതി ചോദിക്കുന്നു. റിയ അബദ്ധത്തിൽ ബ്രോയുടെ ദേഹത്തേക്ക് വീണെന്നല്ലേ ബ്രോ പറഞ്ഞത്? അങ്ങനെ വീണ പോച്ചുണ്ട് ഷർട്ടിൽ പതിഞ്ഞതായിരിക്കും. അത് തന്നെ, അല്ലാതെ കാലും കൈയും തെറ്റി ലെക്കും ലഹാനുമില്ലാതെ ബ്രോയുടെ ദേഹത്തേക്ക് വീണപ്പോൾ ഉമ്മ വയ്ക്കാൻ പോവുമല്ലേ എന്ന് റിയ പറയുന്നുണ്ട്. വിനയ് പറയുന്നു, പാർവതി നീ കുറച്ചുകൂടി സെൻസോടെ ചിന്തിക്കേ. പബ്ലിക്കായിട്ട് റിയ ബ്രോയെ ഉമ്മ വയ്ക്കാൻ പോവുമല്ലേ? പറയുന്നത് എന്തെങ്കിലും ഒരു യുക്തി വേണ്ടേ? വെറുതെ ഒരാളുടെ ദേഹത്ത് പഴിചാരാൻ നിൽക്കുന്നു. നീയും ഇവളെ പോലൊരു പെണ്ണല്ലേ? അവൾക്കും അഭിമാനമുണ്ട്, മറക്കരുത്. ഈയിടെയായിട്ട് നിന്റെ കൈക്ക് അല്പം നീളം കൂടുന്നുണ്ട്. അത് ഒതുക്കി വെച്ചാൽ നിനക്ക് നല്ലത്. ഇനി തല്ലണമെങ്കിൽ നീ എന്നെ തല്ല്. അതിനുള്ള ധൈര്യം നിനക്കുണ്ടോ എന്ന് എനിക്കറിയണമല്ലോ. ഇടയ്ക്കേട്ട് പാർവതി പറയുന്നു, കാരണമില്ലാതെ ഞാൻ ആരെയും തല്ലിയിട്ടില്ല, തല്ലത്തൂല. പക്ഷേ വൃത്തികേട് കാണിച്ചാൽ അത് ഇനിയിപ്പോൾ ആരായാലും അവരെ ഞാൻ ഇനിയും തല്ലും. എടി എന്ന ദേഷ്യത്തോടെ വിനയ് പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നു, വേണ്ട, ഇനി ഇതിൻ്റെ പേരിൽ ഒരു സംസാരം വേണ്ട. എല്ലാവരും പിരിഞ്ഞു പോവാൻ എന്ന് വിശാൽ പറയുന്നു. പാർവതി, ഇനി ഈ വിഷയം ഇവിടെ വിണ്ടരുതെന്ന് പറഞ്ഞ് വിശാൽ പോകുന്നു. എല്ലാവരും പോയപ്പോൾ പല്ലവി മാത്രം അവിടെ ബാക്കി. പല്ലവി വിചാരിക്കുന്നു, റിയ ആള് മഹാപെശകാണല്ലോ. അവൾ വിപിൻ സാറിന്റെ പുറത്തും അബദ്ധമാണെന്ന് പറഞ്ഞ് വീഴുവോ? സാറിന് ഉമ്മ കൊടുക്കുവോ? ഇനി മുതൽ എൻ്റെ 2 കണ്ണ് വിപിൻ സാറിന്റെ മുകളിൽ ഉണ്ടാവണം. ശേഷം കാണിക്കുന്നത് പ്രഭാവതി സംസാരിക്കുകയാണ്. വിനയോട് സംസാരിക്കുകയാണ്. ഗായത്രിയുടെ ധൈര്യമുള്ളത് കൊണ്ടാണ് പാർവതി ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. സ്വന്തം മകൻ അമ്മ എന്ന് പറഞ്ഞ് അലറിക്കരഞ്ഞിട്ടും മകന്റെ മുന്നിൽ അമ്മ പ്രത്യക്ഷപ്പെടുന്നില്ല. അവളുടെ മുന്നിൽ മാത്രം എന്തിനാണ് ആ ഗായത്രി പ്രത്യക്ഷപ്പെടുന്നത് എന്നൊക്കെ പ്രഭാവതി വിനയോട് പറയുന്നു. അവൾക്ക് വല്ല അമാനുഷിക ശക്തിയും ഉണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഗായത്രി അമ്മ അവളുടെ മുന്നിൽ വരുന്നത്. അവൾക്ക് അമാനുഷിക ശക്തി ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സൂക്ഷിക്കണമെന്നും അവൾ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും സ്വസ്ഥമായി ജീവിക്കാൻ സമ്മതിക്കില്ല. പക്ഷേ അവളെ കണ്ടാൽ പ്രത്യക്ഷത്തിൽ അങ്ങനെയൊന്നും തോന്നില്ല എന്നും വിനയ് പറയുന്നു. നമ്മൾ തമ്മിൽ അവളെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. നമുക്ക് പോയി ഗുരുജിയെ കാണണം. ഗുരുജിയെ കണ്ട് ഇതിന് എന്തെങ്കിലും ഒരു പോംവഴിയുണ്ടോ എന്ന് അന്വേഷിക്കണം. അങ്ങനെ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഗായത്രിയും പാർവതിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് നമുക്ക് അവസാനം കുറിക്കണം. ഗായത്രിയുടെ ആത്മാവിനെ ബന്ധിക്കണം. ഗുരുജിയെ കണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ധാരാളം കാശാവില്ലേ എന്ന് വിനയ് ചോദിക്കുന്നു. തീർച്ചയായും വേണം. ഗുരുവിനെ ഇവിടെ കൊണ്ടുവന്ന കാര്യമായി പ്രശ്നം വെപ്പിക്കണമെങ്കിൽ തന്നെ ഒരു 5 ലക്ഷം രൂപ വേണ്ടി വരുമെന്ന് പ്രഭാവതി പറഞ്ഞപ്പോൾ വിനയ് പറയുന്നു, 5 ലക്ഷം രൂപ അമ്മയുടെ കയ്യിലുണ്ടോ എന്ന്. എൻ്റെ കയ്യിൽ എവിടുന്നാ മോനെ? പക്ഷേ വിശാലിന്റെ അലമാരിയിൽ കാണും എന്ന് പ്രഭാവതി പറയുന്നു. ചോദിച്ചു വാങ്ങാൻ പറ്റില്ല. അവൻ അറിയാതെ 5 ലക്ഷം രൂപ നമ്മൾ അവൻ്റെ ലോക്കറിൽ നിന്നും അടിച്ചു മാറ്റണമെന്നും പ്രഭാവതി പറയുന്നു. മോഷണമോ എന്ന് വിനയ് ചോദിച്ചപ്പോൾ പ്രഭാവതി പറയുന്നു, എടാ, നമ്മളുടെ വീട്ടിലിരിക്കുന്ന പണം നമ്മൾ എടുക്കുന്നതിന് എങ്ങനെ മോഷണമാവും? ശരി എന്ന് വിനയ്. ലോക്കറിന്റെ ചവി പാർവതിയുടെ കയ്യിലായിരിക്കും. പക്ഷേ അവൾ അത് എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ല.
ചിലപ്പോൾ അവളത് ഗാർഗിയെ ഏൽപ്പിച്ചിട്ടുണ്ടാവും. പാർവതി ബുദ്ധിരാക്ഷസിയല്ലേ, താക്കോല് ഞാൻ കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടി അവൾ അങ്ങനെയൊക്കെ ചെയ്യും. നീ ഏതായാലും താക്കോല് ഗാർഗിയുടെ കയ്യിലുണ്ടോ എന്നൊന്ന് അന്വേഷിക്കേ. ഉണ്ടെങ്കിൽ ഗാർഗിയെ സോപ്പിട്ട് ആ താക്കോല് എങ്ങനെയെങ്കിലും കൈവശപ്പെടുത്തണം. ശരി അമ്മേ, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വിനയ് പോയി. ഇതേ സമയം വിശാൽ റിയയുടെ ആ ലിപ്സ്റ്റിക്കിന്റെ പാട് തന്റെ നെഞ്ചത്തുള്ളത് തുടച്ചു കളയാൻ ശ്രമിക്കുകയാണ്. പാർവതി അവിടേക്ക് വരുന്നു. പരിഭവത്തോടെയാണ് വന്നിരിക്കുന്നത്. എത്ര നേരമായി തുടയ്ക്കുന്നു എന്നിട്ട് പോകുന്നില്ലല്ലോ. നാശം, അവൾക്ക് വന്ന് വീഴാൻ കൊണ്ടൊരു സ്ഥലവേ എന്നൊക്കെ പറഞ്ഞ് വിശാലിന്റെ മുന്നിൽ പരിഭവത്തോടെ ഇരിക്കുമ്പോൾ അത് കണ്ട് ചിരിക്കുകയാണ് വിശാൽ. അതെ, ഞാൻ തന്റെ ഈ ദേഷ്യം കണ്ട് ചിരിച്ചതാണെന്ന് വിശാൽ പറയുന്നു. എടോ, താൻ എന്തിനാടോ ആ പാവം കുട്ടിയോട് രോക്ഷം കാണിക്കുന്നത് എന്ന് വിശാൽ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു, എങ്ങനെ പാവം കുട്ടിയോ? പിന്നല്ലാതെ വെറും പാവം, അതിന് വല്ല പരിക്കും പറ്റിയിട്ടുണ്ടാകും എന്നൊക്കെ വിശാൽ പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ പാർവതി പറയുന്നു, അയ്യോ കഷ്ടം, അവളുടെ കാര്യത്തിൽ എന്താ ഒരു ശ്രദ്ധ. ദേ, ഇനി അവളെക്കുറിച്ച് ഇവിടെ മിണ്ടി പോവരുത്. എടോ, താൻ ഇത്ര ഇറിറ്റേറ്റഡ് ആവാൻ മാത്രം അവൾ എന്താണ് ചെയ്തത്? അറിയാതെ സംഭവിച്ചു പോയതല്ലേ എന്ന് വിശാൽ പറഞ്ഞപ്പോൾ, അറിയാതെയോ സാർ, എന്തായി പറയുന്നത്? ഇത്രയും പൊക്കവും തടിയൊക്കെ ഉള്ള ആൾ വരുമ്പോൾ അവൾ കാണില്ലേ? അത് കാണാതിരിക്കാൻ മാത്രം എന്താ അവൾക്ക് കണ്ണൊന്നും ഇല്ലേ? ഇത് മനഃപൂർവ്വം അവൾ ദേഹത്ത് മുത്തിയതാണ്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങളുടെ അനിയന് ബുദ്ധിയില്ലാത്തതുകൊണ്ട് അവളെയും കൂട്ടി നടക്കുന്നത് എനിക്ക് പാർവതി പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നു, എടോ, താനാകെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. എടോ, അവളൊരു പാവമാണ്. തുളസിയുടെ നൈർമല്യമുള്ള ഒരു സ്വഭാവമാണ് അവളുടേത്, ഒരു ശുദ്ധ പാവം. ഇത് കേട്ട് ദേഷ്യത്തോടെ പാർവതി എണീറ്റ് പോകാൻ തുടങ്ങിയപ്പോൾ വിശാൽ പാർവതിയെ തടയുന്നു. പാർവതിക്ക് ദേഷ്യം വരാൻ വേണ്ടി മാത്രമാണ് വിശാൽ ഇങ്ങനെയൊക്കെ പറയുന്നത്. വിശാൽ പാർവതിയോട് പറയുന്നു, എനിക്കെല്ലാം അറിയാടോ, അവൾ ആള് ശരിയല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെന്തിനാ അവൾ പാവമാണെന്ന് പറഞ്ഞത് എന്ന് പാർവതി ചോദിക്കുന്നു. അത് വെറുതെ തന്നെ ദേഷ്യം പിടിപ്പിക്കാൻ പറഞ്ഞതല്ലേ എന്ന് വിശാൽ അത് കേട്ട് പാർവതി ചിരിക്കുന്നു. അത് കേട്ട് വിശാലിനെ ഇങ്ങനെ ചുംബനം കൊടുത്തിട്ട് പാർവതി അവിടെ നിന്ന് പോയി. സന്തോഷത്തോടെ ഇരിക്കുകയാണ് വിശാൽ. പിന്നീട് കാണിക്കുന്നത് പല്ലവിയും വിപിനും കൂടി പുറത്തേക്ക് പോകുന്നു. ഒരു സ്ഥലത്ത് വന്നിട്ട് ഇറങ്ങാൻ പറയുകയാണ്. അങ്ങനെ രണ്ടുപേരും സന്തോഷത്തോടെ കാറിൽ നിന്നും ഇറങ്ങി ഗ്രൗണ്ടിലേക്കാണ് വന്നിരിക്കുന്നത്. പല്ലവിയെ കാർ ഡ്രൈവ് പഠിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് വിപിൻ. ഡ്രൈവിംഗ് സീറ്റിൽ പല്ലവി ഇരുത്തി എന്നിട്ട് പതിയെ കാർ സ്റ്റാർട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. ഇനി പതിയെ ഫസ്റ്റ് ഗിയർ ഒന്നിട്ടേ എന്നും പറയുന്നു. അങ്ങനെ പഠിപ്പിക്കുകയാണ് പല്ലവിയെ വിപിൻ. കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. അവസാനം ദേഷ്യത്തോടെ വിപിൻ പല്ലവിയോട് പറയുന്നു, ഒന്ന് നിർത്തിക്കേ, ഞാൻ എത്ര നേരമായി നാവിലെ വെള്ളം വറ്റിക്കുന്നു, ഞാൻ പറയുന്നുവല്ലോ, നീ കേൾക്കുന്നുണ്ടോ? എവിടെ? ഇങ്ങനെയാണെങ്കിൽ ഈ ജന്മത്തിൽ താൻ ഡ്രൈവിംഗ് പഠിക്കില്ല. കഷ്ടം തന്നെ തൻ്റെ കാര്യം. ഇത് കേട്ട് പല്ലവി പറയുന്നു, അതെ, കൂടുതൽ വലിയ സാറൊന്നും ആവണ്ട, ഈ ഡ്രൈവിംഗിനെ കുറിച്ചൊക്കെ എനിക്കും അറിയാം. സാറിന് ശരിക്കും പഠിപ്പിച്ചു തരാൻ അറിയില്ല, അതൊന്ന് പറഞ്ഞാൽ പോരെ? ശരി, എനിക്ക് പഠിപ്പിക്കാൻ അറിയില്ല. ഞാൻ തന്നോട് ആദ്യമേ പറഞ്ഞതല്ലേ ഏതെങ്കിലും ഡ്രൈവിംഗ് സ്കൂളിൽ പോയി പഠിക്കാൻ. നീ ഡ്രൈവിംഗ് സ്കൂളിൽ പഠിച്ചാൽ മതി. എനിക്കറിയില്ല നിന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ. പല്ലവി പറയുന്നു, ഡ്രൈവിംഗ് സ്കൂളിൽ പോയി പഠിച്ചാൽ ശരിയാവില്ല. അവിടെ പോയി പഠിച്ചാലേ വീട്ടിലെ എല്ലാവരും അറിയും. അവരൊക്കെ എന്നെ കളിയാക്കും. അവരൊന്നും അറിയാതെ വേണം എനിക്ക് ഡ്രൈവിംഗ് പഠിക്കാൻ. എന്നിട്ട് നല്ലതുപോലെ ഡ്രൈവിംഗ് പഠിച്ച് കാർ ഓടിച്ച് അവരുടെ മുന്നിൽ പോയി നിർത്തണം. അവർ അത് കണ്ട് അന്തം വിടണം. അതാണ് എൻ്റെ ആഗ്രഹം. ഇത് കേട്ട് വിപിൻ പറയുന്നു, ദൈവമേ, എൻ്റെ ജീവിതം എങ്ങോട്ടാ പോകുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. എന്താ സാറേ അങ്ങനെ പറഞ്ഞത് എന്ന് പല്ലവി ചോദിച്ചപ്പോൾ വിപിൻ പറയുന്നു, താൻ വണ്ടി എടുക്ക്, സ്റ്റാർട്ട് ചെയ്യേ. വീണ്ടും പല്ലവി സ്റ്റാർട്ട് ചെയ്തു. ഡ്രൈവിംഗ് പഠിത്തം തുടരുകയാണ്. ഈ സമയം റിയ കണ്ണാടിയിലേക്ക് നോക്കുന്നു. പാർവതി അടച്ച ആ ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അവിടെ ഐസ് വെക്കുന്നു. ആ ഗാർഗി വന്ന് ഇടയ്ക്ക് കയറിയത് കൊണ്ടാണ്, ഇല്ലെങ്കിൽ അവൾക്കിട്ട് ഞാൻ നല്ല പെട കൊടുത്തേനെ. പാർവതി, ഈ അടിക്കുള്ള തിരിച്ചടി ഞാൻ നിനക്ക് തന്നില്ലെങ്കിലേ ഞാൻ റിയ അല്ലടി എന്നൊക്കെ റിയ മനസ്സിൽ വിചാരിക്കുന്നു. ഐസ് വെച്ചുകൊണ്ട് നിന്നപ്പോഴാണ് അവിടേക്ക് സുശീല വരുന്നത്. അയ്യോ എൻ്റെ പൊന്നുമോളെ, ഇത് പാർവതിയുടെ കയ്യിൽ നിന്ന് കിട്ടിയ അടിയാണോ? എങ്കിലേ അതിനെ ഈ ഐസ് വെച്ചാൽ പോരാ, നല്ല ചൂട് പിടിക്കണം, എന്നാലേ വേദന മാറുമെന്ന് സുശീല. അത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് മാറില്ല, കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും പിടിക്കും. ഇത് കേട്ട് റിയ പറയുന്നു, ആൻറ്റി എന്താ അങ്ങനെ പറയുന്നത്? ആൻറ്റിക്ക് അവളുടെ നിന്ന് അടി വല്ലതും കിട്ടിയിട്ടുണ്ടോ? അപ്പോൾ നിനക്കൊന്നും അറിയില്ലല്ലേ? നീ വന്ന് കയറിയതിൻ്റെ അന്ന് പടക്കുന്നൊരു അടി അവളുടെ കയ്യിൽ നിന്നും കനത്തിന് എനിക്കൊന്ന് കിട്ടിയതാണ്. ഇത് കേട്ട് റിയലി എന്നെ ചോദിക്കുന്നുണ്ട്. അവളുടെ കയ്യിൽ നിന്ന് കിട്ടിയ അനുഭവം വെച്ച് ഞാൻ വെറുതെ പറയുന്ന എന്തിനാ? അവളുടെ ഒരൊറ്റ അടിയിൽ ഞാൻ 14 ലോകം കണ്ടുപോയി. അതുകൊണ്ട് പാർവതിയുടെ കൈയുടെ കരുത്ത് എനിക്ക് നന്നായിട്ടറിയാം. 2 ആഴ്ചയാണ് ഞാൻ അനുഭവിച്ചത്. അവളുടെ കയ്യിൽ നിന്ന് അടി വാങ്ങിച്ചിട്ട് ആൻറ്റി തിരിച്ചൊന്നും ചെയ്തില്ലേ എന്ന് റിയ ചോദിക്കുന്നു. എന്നെക്കൊണ്ട് അവൾക്കെതിരെ എന്ത് ചെയ്യാൻ സാധിക്കും? അതുപോലെയല്ലേ കെട്ടിലമ്മ ഈ വീട് ഭരിക്കുന്നത്? മോൾക്ക് അടി കിട്ടിയിട്ട് മോള് തിരിച്ച് അവൾക്ക് എന്തെങ്കിലും കൊടുത്താണോ എന്നെ സുശീല ചോദിച്ചപ്പോൾ റിയ പറയുന്നു, അതിന് സാധിച്ചില്ല ആൻറ്റി. അവൾക്ക് ഒന്ന് കൊടുക്കാനായിട്ട് ഞാൻ കൈ ഉയർത്തിയപ്പോൾ ഗാർഗി വന്ന് എന്നെ തടഞ്ഞു. ഇല്ലെങ്കിൽ ഞാൻ കൊടുത്തേനെ. അല്ല, ഈ ഗാർഗി അവളുടെ ആളാണോ എന്നും ചോദിക്കുന്നു. ഒന്നും പറയണ്ട, ഗാർഗിക്ക് എന്തിനും ഏതിനും സപ്പോർട്ട് കൊടുക്കുന്നത് അവളല്ലേ ആ പാർവതി.
ഏതായാലും എന്നെ കൈനീട്ടി അടിച്ചവളെ ഞാൻ വെറുതെ വിടില്ല. എൻ്റെ കാരണത്താണ് അവൾ അടിച്ചെങ്കിൽ ഞാൻ അവൾക്ക് കൊടുക്കാൻ പോകുന്ന തിരിച്ചടി അവൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവളെ വേദനിപ്പിക്കുന്നതായിരിക്കും എന്ന് റിയ പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ സുശീല പറയുന്നു, അത് വേണം മോളെ, നീയാണ് ചൂണക്കുട്ടി. അവൾക്കിട്ട് ഒരു പണി കൊടുക്കാൻ ആൻറ്റി എൻ്റെ ഒപ്പം നിൽക്കുമോ എന്ന് റിയ ചോദിച്ചപ്പോൾ പിന്നെന്താ ഞാനുണ്ട് നിന്റെ കൂടെ എന്ന് പറഞ്ഞ് സുശീല റിയയ്ക്ക് കൈ കൊടുക്കുന്നു സന്തോഷത്തോടെ. ശേഷം ഗായത്രിയുടെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് പാർവതി. ആ സമയം ഇത് കണ്ടുകൊണ്ട് പ്രഭാവതി ഒരു തട്ടിൽ ആരതിയുമായിട്ട് വന്നു. പാർവതി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ് കണ്ണടച്ച്. ഈ സമയത്ത് ആ ആരതിയിൽ നിന്നും പാർവതിയുടെ സാരത്തുമ്പിലേക്ക് തീ പകർത്താൻ ശ്രമിക്കുകയായിരുന്നു പ്രഭാവതി. പെട്ടെന്നൊരു സംശയത്തോടെ പാർവതി തിരിഞ്ഞു നോക്കിയപ്പോൾ പാർവതിയുടെ സാരത്തുമ്പ് താഴ്ത്തിയിടുകയാണ് പ്രഭാവതി. എന്താണ് പെട്ടെന്നൊരു ആരതിയൊക്കെ ആയിട്ട് എന്ന് പാർവതി പ്രഭാവതിയോട് ചോദിച്ചു. അതുപോലെ ഇപ്പോഴാണ് എൻ്റെ പൂജ കഴിഞ്ഞത്, നിനക്ക് നന്മ വരുത്തണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദീപാരാധന കഴിപ്പിച്ചു. ആ ആരതി നിനക്ക് വണങ്ങണ്ടേ, അതാണ് ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതെന്ന് പ്രഭാവതി. ഈ ആരതി ഞാൻ വണങ്ങില്ല, നിങ്ങൾ എത്ര നല്ല ഉദ്ദേശത്തോടെ കൊണ്ടുവന്നയാണെങ്കിലും ഞാനിത് തൊട്ട് തൊഴിലായെന്ന് പാർവതി നീ ദൈവനിഷേധം കാണിക്കരുത് എന്ന് പ്രഭാവതി. നിങ്ങൾ നീട്ടിയ ഈ കർപ്പൂര ദീപത്തെ ഞാൻ നിന്ദിച്ചതിൻ്റെ പേരിൽ ദൈവം എന്നെ ശിക്ഷിക്കുകയാണെങ്കിലേ ആ ശിക്ഷ ഞാൻ സ്വീകരിച്ചോളാം എന്ന് പാർവതി. മോളെ നീ അനുഭവിക്കുകയെന്ന് പ്രഭാവതി പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു, പ്രഭാവതിയമ്മേ നിങ്ങൾ ഈ ദീപം എന്നെ കാണിക്കാൻ കൊണ്ടുവന്നതല്ലെന്ന് എനിക്ക് മനസ്സിലായി. മറ്റെന്തോ പ്ലാൻ ആയിരുന്നു നിങ്ങളുടെ മനസ്സിൽ. ചിലപ്പോൾ നിങ്ങൾ എന്നെ തീ വെച്ച് പൊള്ളിക്കാൻ നോക്കിയതുമാകാം. എൻ്റെ തന്നെയായാലും നിങ്ങളുടെ ഒരു കളിയും ഇനി ഇങ്ങോട്ട് നടക്കില്ല. നിങ്ങൾക്ക് എന്നെയോ വിശാൽ സാറിനെയോ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഇത് ഞാൻ എത്ര വെട്ടമാണ് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞത്. ഇത് കേട്ടേ പ്രഭാവതി പറയുന്നു, അപ്പോഴേക്ക് നിനക്ക് തന്ന മറുപടി തന്നെയാണ് എനിക്കിപ്പോഴും പറയാനുള്ളത്. ഈ സ്വത്തുക്കൾ എനിക്ക് വേണം, ഇത് ഞാൻ സ്വന്തമാക്കിയിരിക്കും. ഇത് കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് പാർവതി. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.